രമണി എന്താ ആലോചിക്കുന്നത്? നമുക്ക് പോകാം പ്രദീപ്. കുറച്ചു നേരം കൂടി ഇരിക്കൂ. ഒരിക്കലും മടുപ്പിക്കാത്ത ഒന്നാണ് കടൽ. പല രാത്രികളിലും ഈ വേലിയേറ്റത്തിലുള്ള സംഗീതം കേട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ കവിത എഴുതാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പറ്റി ചരമഗീതം എഴുതി സൂക്ഷിക്കുന്ന മഹാകവികളെ കണ്ടിട്ടില്ലേ? അവർക്കിവിടെ വരണം കവിത എഴുതാൻ. എപ്പോഴും പുസ്തകവും പേനയുമായി പുഴയെയും കടലിനെയും നോക്കി കവിത എഴുതുന്ന സിനിമയിലെ കവികളെ കണ്ടിട്ടില്ലേ? അവർക്കും ഇവിടെ സൃഷ്ടി നടത്താം. എനിക്ക് ദുഃഖമാണ് എന്ന് വിളിച്ചു കരയുന്ന സർക്കാർ കവികളില്ലേ? അവർക്കും ഇവിടെ വരണം കവിത എഴുതാൻ. നമുക്ക് പോവാം. സമയം ഒരുപാടായി. രമണിക്ക് പേടി തോന്നുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മറ്റുള്ളവർ നമ്മൾ പ്രേമത്തിലാണെന്നേ പറയൂ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാനങ്ങനെ ആയിക്കൂടാ. എനിക്കത് പാടില്ല. ഈ നിമിഷം നിന്നെ എനിക്ക് എന്റെ കൈകളിൽ ഒതുക്കി നിർത്തണം. ഈ കടലിന്റെ ശബ്ദം കടം വാങ്ങി എനിക്ക് പാടണം. സ്വന്തമാക്കാനല്ല, സ്നേഹിക്കാൻ, സ്നേഹിച്ചു മരിക്കാൻ. പ്രദീപ്, പ്ലീസ് നമുക്ക് പോവാം. കുട്ടികളുടെ അച്ഛനമ്മ എന്താ കരുക? പ്രഭാകരനും സരസ്വതി മലേഷ്യയെ തന്നെ സ്ഥിരതാമസമാക്കിയോ? ഈ സരസ്വതി എങ്ങനെ പിള്ളേരെ കാണാണ്ട് പിരിഞ്ഞിരിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും ഇത്തവണ മലേഷ്യയിൽ തന്നെയാണ് ഓണം. ഈ കുട്ടികൾ എങ്ങനെ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്? ഉള്ളത് 2 പെൺകുട്ടികളാണെന്നുള്ള ഓർമ്മ അവർക്കില്ലാത്തത് എന്താ? എന്ത് കഷ്ടം, ഇവിടെ ശരിക്കും സമ്പാദിക്കുന്നില്ലേ? റെഡിമെയ്ഡ് കാപ്പിയോ? അല്ല, കടിക്കാനൊന്നുമില്ലേ? ബിസ്ക്കറ്റ് തരട്ടെ? എങ്കിൽ പിന്നെ കാപ്പി ഒരു മുലക്കുപ്പിയിൽ ഒഴിച്ചു കൊണ്ടുവരുന്നതാ നല്ലത്. നിന്റെ ഈ കുട്ടിക്കളി എന്നാ മാറുന്നത്? സാറേ, സ്വല്പം അടിക്കുന്നോ? വേണ്ട. എങ്കിൽ വലിയ സാറ് കഴിക്കേ. മമ്മിയുടെ കത്തുണ്ട്. മമ്മി എന്താ കത്തിലെഴുതിയിരിക്കുന്നത്? രമണി നന്നായി പഠിക്കുന്നുണ്ടോ, ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം എഴുതി ചോദിച്ചു. ഞാൻ ഇന്ന് തന്നെ മറുപടി എഴുതും. എന്തെഴുതും? 2 എണ്ണവും പഠിക്കുന്നില്ല, കൊന്ന പോലെ വളരുന്നുണ്ട്. രമണിക്കാണെങ്കിൽ കണ്ണിൽ കാണുന്ന ചവറ് നോവലുകളാണ് വേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയണമല്ലേ, ഇത്ര ചെറുപ്പത്തിലെ അത് കേട്ട് സൂചിക്കട്ടെ. ഡാഡിക്കും മമ്മിക്കും നമ്മളെ ഇഷ്ടമേ അല്ല. അവർക്ക് ഇങ്ങോട്ട് വന്നാലെന്താ? അവരവിടെ കഴിയുന്നതേ സമ്പാദിക്കാനാ. അവരൊന്നും ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഈ തേങ്ങയുടെയും പിണ്ണാക്കിന്റെയും കണക്കെടുത്ത് നിർത്താമല്ലോ. ചന്ദ്രേട്ടനും ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായോ? ആഹാ,
മോള് പ്രായത്തിനൊത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇരുന്ന് പഠിക്ക്. രണ്ട് ബോർഡ് ആരാ ജയിച്ചത്? ഓ പിന്നെ അടുത്ത ബോർഡ് ഞാൻ കളിക്കും. വേണ്ട, ഞാൻ കളിക്കാം. അത് പറ്റില്ല, ഞാൻ കളിക്കും. കുട്ടി ഒന്ന് പിന്നെ കളിക്കട്ടെ. കളിക്കുന്നേ. നീ എനിക്ക്, ഞാൻ കളിക്കട്ടെ. പോ. ഛെ, വെറുതെ വഴക്കുണ്ടാക്കാതെ. അടുത്ത ചാമ്പ്യൻ വന്നിരിക്കും. കഴിഞ്ഞ ബോർഡ് ഞാൻ തോറ്റു കൊടുത്തതാ. കുട്ടിയല്ലേ, കളി പഠിക്കട്ടെ എന്ന് വെച്ചു. എന്നാ നോക്കാം. നോക്കുക എന്നും വേണ്ട, തോറ്റത് തന്നെ. ഇതെന്നും പറയുന്നതല്ലേ. ആഹാ, എന്നാ ഇപ്പൊ കാണിച്ചു തരാം. Come on, hurry up. ഇതെന്ന് പഠിച്ചു. ഇപ്പൊ ആരാ ജയിച്ചത്? വിളിക്കുക കാന്താരിയെ. എന്തിനാ എന്റെ കുട്ടി ഈ മഴയത്ത് നനയാൻ പോയത്? പോയി ഈറം മാറൂ. അക്കാലത്തവൾ വരച്ച മറ്റൊരു ചിത്രമായിരുന്നു ഋതുമതിയായ പെൺകുട്ടി. ഒരു പുൽപ്പായിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. പാതിയടഞ്ഞ കണ്ണുകളിൽ നിഷ്കളങ്കതയ്ക്കായിരുന്നു ഊന്നൽ. പക്ഷെ ചുണ്ടുകളുടെ കോണിൽ പതിയിരിക്കുന്ന നാണത്തിൽ പൊതിഞ്ഞ ചിരിയിൽ ഞാനും ഒരു പെണ്ണായി എന്ന ഭാവം. കറുത്ത കരയുള്ള മുണ്ടും കറുത്ത പുള്ളികളുള്ള ഇറക്കം കുറഞ്ഞ ജാക്കറ്റും, മാറിൽ കൂമ്പുന്ന യുവത്വം, കവിളുകളുടെ അന്ത്യത്തുടുപ്പിൽ നേർത്ത വിളർച്ച വ്യക്തമാക്കിയിരിക്കുന്നു. അവൾ ഉറക്കമായെന്ന് തോന്നുന്നു. കഴിഞ്ഞ അരമണിക്കൂറായി ഒന്ന് തിരിയാൻ പോലും കഴിയാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇപ്പൊ രക്ഷപ്പെടാൻ തോന്നുന്നു. ഒച്ചയുണ്ടാക്കാതെ പുറത്തിറങ്ങുകയാണ് വേണ്ടത്. അവൾ വന്നു, അടുത്തു ചേർന്ന് നിന്നു. മയങ്ങി ഉറങ്ങുന്ന പ്രപഞ്ചം, ദൂരെ രാത്രിയുടെ സംഗീതം. അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അടുത്തു ചേർത്ത് നിർത്തി. മതി ചേട്ടാ, സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, കുറച്ചുകൂടി ഇരിക്കും ചേട്ടാ. പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഒന്നിങ്ങ് വന്നേ.